ഹലോ വെൽക്കം ടു ദി നേഴ്സ്ക്യൂൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 2018 ഒരു എക്സാം നടന്നിരുന്നു, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് 21/2018 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ ഈ ഒരു എക്സാമിന്റെയും കാലാവധി ആ ഒരു റാങ്ക് ലിസ്റ്റ് ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ അടുത്ത വർഷത്തോടെ അല്ലെങ്കിൽ ഈ വർഷം പകുതി ജൂലൈ കഴിയുമ്പോഴേക്കും അതിന്റെ റാങ്ക് ലിസ്റ്റും ഏകദേശം അവസാനിക്കും ഡിസംബറോടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സാമും പ്രതീക്ഷിക്കുന്നുണ്ട്. MSc നേഴ്സിംഗ് ആണ് ഈ ഒരു ജോലി, അസിസ്റ്റന്റ് പ്രൊഫസർ നേഴ്സിംഗ് കിട്ടാനുള്ള യോഗ്യത MSc നേഴ്സിംഗ് ആണ്, വിത്ത് കേരള രജിസ്ട്രേഷനും വേണം. അപ്പം ഇതിൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ട്യൂട്ടർ നഴ്സിംഗിന് വേണ്ടിയും BSc നഴ്സിംഗ് DME എക്സാമിന് വേണ്ടിയും പഠിക്കണം. അപ്പം നമ്മൾ വളരെ സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് മിഡ് വൈഫറി പോർഷൻ ആണ്, ആ പോർഷനിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് വീഡിയോ വിൽ ബി യൂസ്ഫുൾ ഫോർ യുവർ കമ്മിങ് നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിനേഷൻ ആൻഡ് AIMS, DSSB and all central level examination. Please watch the video full and please share this video. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുന്നത് വരെ നമ്മൾ each and every questions we will explain. So we will go to the question paper. Dear friends, നമുക്ക് തുടങ്ങാം. 35-year-old Primi Gravida came to the antenatal clinic at 16 weeks of gestation. She was instructed to perform triple test. This test is used for the evaluation of options: hydrops fetalis, Down syndrome, congenital hypothyroidism, phenylketonuria. കറക്റ്റ് ആൻസർ ഡൗൺ സിൻഡ്രോം. 16 വീക്ക് ഓഫ് ജസ്റ്റേഷനിൽ സാധാരണ ട്രിപ്പിൾ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത് ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലയോ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. നമുക്ക് നോക്കാം. ദ ട്രിപ്പിൾ ടെസ്റ്റ് ഓൾസോ കോൾഡ് ട്രിപ്പിൾ സ്ക്രീൻ, ദ കെറ്ററിംഗ് ടെസ്റ്റ് ഓർ ദ ബാർഡ്സ് ടെസ്റ്റ്. അപ്പൊ അതർ നെയിം ഓഫ് ട്രിപ്പിൾ സ്ക്രീൻ ടെസ്റ്റ് ഏതൊക്കെയാണ്? കെറ്ററിംഗ് ടെസ്റ്റ് ഓർ ബാർഡ്സ് ടെസ്റ്റ് is an investigation performed during pregnancy in the second trimester. അപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ ചെയ്യുന്ന ടെസ്റ്റ് ആണ് ട്രിപ്പിൾ ടെസ്റ്റ്, ടു ക്ലാസിഫൈ എ പേഷ്യന്റ് ആസ് ഐദർ ഹൈ റിസ്ക് ഓർ ലോ റിസ്ക് ഫോർ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ആൻഡ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്. അപ്പൊ സാധാരണ രീതിയിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്രോമസോമൽ പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ട്രിപ്പിൾ ടെസ്റ്റ്. എ ട്രിപ്പിൾ സ്ക്രീൻ is a blood test that measures three things called alpha beta protein, human chorionic gonadotropin and unconjugated estriol. ഇപ്പൊ ഏതൊക്കെയാണ് ട്രിപ്പിൾ ടെസ്റ്റിൽ ചെയ്യുന്നത്? ആൽഫ ബീറ്റ പ്രോട്ടീൻ, ഹ്യൂമൻ കോറിയോണിക് ഗോണഡോട്രോപ്പിൻ ആൻഡ് അൺകോൺജുഗേറ്റഡ് ഈസ്ട്രിയോൾ. ഇത് മൂന്നുമാണ് ട്രിപ്പിൾ ടെസ്റ്റിൽ ചെയ്യുന്നത്. അതാണ് 3 ട്രിപ്പിൾ എന്നുള്ള പേര്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. എല്ലാം പോയിന്റ്സ് തന്നെയാണ്, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. Next question, which of the following is the drug of choice for the management of endometriosis? Options: estrogen, human menopausal gonadotropin, danazol, duodelan. Correct answer, danazol. Danazol is the drug of choice for the management of endometriosis. Endometriosis ന്റെ management drug of choice ആണ് danazol. എന്താണ് endometriosis നോക്കാം. Endometriosis is an often painful disorder. Painful disorder ആണ്. A disorder in which tissues that normally lines the uterus grows outside the uterus. യൂട്രസിന്റെ ലൈനിൽ വളരേണ്ട ടിഷ്യൂ ഔട്ട്സൈഡ് യൂട്രസിന്റെ പുറത്ത് വളരുകയാണ്. ഡാനസോൾ is a class of medication called androgenic hormones. ഡാനസോൾ എന്നുള്ളത് ആൻഡ്രോജനിക് ഹോർമോൺസ് ആണ്. It works to treat endometriosis by shrinking the ഡിസ്പ്ലേസ്ഡ് ടിഷ്യൂ ഓഫ് ദ യൂട്രസ്. അപ്പൊ ആ ഒരു ടിഷ്യൂവിനെ ഷ്രിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മെഡിസിൻ ഷ്രിങ്ക് ചെയ്യുക, ചുരുക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് വർക്ക്സ് ടു ട്രീറ്റ് ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് ഡിസീസ്. ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് ഡിസീസിനെയും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു പടം കണ്ടാ അറിയാം. എൻഡോമെട്രിയോസിസ് യു ക്യാൻ സീ ടിഷ്യൂസ് ഗ്രോസ് ഔട്ട്സൈഡ് ദ യൂട്രസ്. ഇത് ഈ ഒരു യൂട്രസിന്റെ ഉള്ളിൽ ലൈനിങ്ങിൽ വളരേണ്ടതാണ്, പക്ഷെ ഇവിടെ ഔട്ട്സൈഡിൽ വളർന്നു. ഇതാണ് എൻഡോമെട്രിയോസിസ്. Next question, active management of third stage of labor includes all the following except options: yearly cord clamping,
apply suprapubic pressure, prophylactic oxytocics and delivery of the anterior shoulder, controlled cord traction. ഇപ്പൊ തേർഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ ഉള്ള ആക്റ്റീവ് മാനേജ്മെന്റ് ഏതൊക്കെയാണ്? ഒന്നൊഴികെ ആ ഒന്ന് ഏതാണ്? അപ്ലൈയിങ് സുപ്രാപ്യൂബിക് പ്രഷർ. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ആക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഇൻവോൾവ്സ് 3 components. Giving a drug oxytocin in the third stage of labor reduce blood loss and shorten third stage. blood loss കുറയ്ക്കാൻ വേണ്ടിയും തേർഡ് സ്റ്റേജ് എത്ര ലെങ്തി കുറയ്ക്കാൻ, അതായത് നീണ്ടു പോകാതെ പെട്ടെന്ന് ഡെലിവറി നടക്കാൻ കൺട്രാക്ഷൻ കൂട്ടുകയാണ് ഓക്സിറ്റോസിൻ ഡ്രഗ് ചെയ്യുന്നത്. ക്ലാമ്പിംഗ് ദ കോഡ് ഇയർലി ആൻഡ് ട്രാക്ഷൻ ഈസ് അപ്ലൈഡ് ടു ദ കോഡ് വിത്ത് കൗണ്ടർ പ്രഷർ ഓൺ ദ യൂട്രസ് ടു ഡെലിവർ ദ പ്ലാസന്റ. അപ്പൊ ഈ 3 കോമ്പണൻസും തേർഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ ചെയ്യുന്ന മാനേജ്മെന്റ് ആണ്. Next question. A primary gravida in 34 weeks of gestation was admitted in the obstetrics ICU with severe preeclampsia. She was on magnesium sulfate therapy. The nurse should assess all the following before administering next dose of magnesium sulfate except options: pupillary response, respiratory rate, urine output, deep tendon reflexes. പ്രൈമറി ഗ്രാവിഡ 34 വീക്സ് ഉള്ള ഒരു ലേഡി പ്രിയക്ലാംസിയ ആയിട്ട് അഡ്മിറ്റ് ആയി. മഗ്നീഷ്യം സൾഫേറ്റ് തെറാപ്പിയിലാണ് ആ ലേഡി. അപ്പൊ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം? റെസ്പിറേറ്ററി റേറ്റും യൂറിൻ ഔട്ട്പുട്ടും ഡീപ് ടെൻഡൻ റിഫ്ലക്സും ശ്രദ്ധിക്കണം. പ്യൂപ്പിലറി റെസ്പോൺസ് ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടാത്ത ഒരു കാര്യം. എക്സെപ്റ്റ് പ്യൂപ്പിലറി റെസ്പോൺസ്. Magnesium sulfate can prevent seizures in women with postpartum preeclampsia. ഇപ്പൊ പ്രിയക്ലാംസിയയില് സീഷേഴ്സ് തടയാൻ വേണ്ടിയാണ് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നത്. ആന്റി എപ്പിലെപ്റ്റിക് ആണ്. Who have severe signs and symptoms may be loss of deep tendon reflexes. Tendon reflex നഷ്ടപ്പെടാം. When concentrations of magnesium exceed, chance of respiratory paralysis are there. Respiratory paralysis ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മഗ്നീഷ്യത്തിന്റെ അളവ് കൂടുകയാണെങ്കിൽ. യൂറിൻ ഔട്ട്പുട്ട് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 30 ml per hour. 30 ml per hour ഉണ്ടോ എന്ന് നോക്കണം. ചിലപ്പോൾ അതർ പ്രോബ്ലംസ് യു ക്യാൻ എക്സ്പെക്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, പുവർ റിഫ്ലക്സസ്, കൺഫ്യൂഷൻ, വീക്ക്നെസ്, ഫ്ലഷിംഗ് ദാറ്റ് മീൻസ് വാംത്, റെഡ്നെസ് ഓർ ടിംഗ്ലിംഗ് സെൻസേഷൻ, സെറ്റിംഗ്. ഇത്രയും കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കണം മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുമ്പോൾ. Next question. Which of the following is not a sign of placental separation? Options: uterus becomes hard and globular, the extravalvular portion of the umbilical cord shortens, the uterus rises in the abdomen, there is a gush of blood from the vagina. Placental separation sign അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. Correct answer: the extravalvular portion of the umbilical cord shortens. സാധാരണ യൂട്രസ് ബിക്കം ഹാർഡ് ആൻഡ് ഗ്ലോബുലർ, അതായത് വലിയ കട്ടിയായിട്ടും ഒരു ഗ്ലോബ് പോലെ വട്ടത്തിൽ വരികയും ചെയ്യും. യൂട്രസ് റൈസസ് ഇൻ ദ അബ്ഡമൻ, ഉയർന്നു വരും. ദർ ഇസ് എ ഗഷ് ഓഫ് ബ്ലഡ്, നല്ലൊരു ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്ലാസന്റൽ സെപ്പറേഷനിൽ ഉണ്ടാവും. ഉണ്ടാകാത്ത ഏതാണ്? ദ എക്സ്ട്രാ വൾവൽ പോർഷൻ ഓഫ് ദ അംബ്ലിക്കൽ കോഡ് ഷോർട്ടൻസ്, അതുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൗലിയർ യൂട്രസ് is a feature of which of the following condition? Options: hover glass contraction, uterine inversion, endometriosis, abruptio placenta. Cavalier uterus. Correct answer: abruptio placenta. അബ്രപ്ഷ്യോ പ്ലാസന്റയിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് കൗലിയർ യൂട്രസ്. എന്താണെന്ന് ഇതിൽ നോക്കാം. Cavalier uterus is caused when hemorrhage from placental blood vessels seeps into deciduous vessels causing placental separation. Cavalier uterus എന്നുള്ള കണ്ടീഷൻ എന്താണ്? ഹെമറേജ് പ്ലാസന്റൽ ബ്ലഡ് വെസൽ ഒക്കെ
ലീക്ക് ചെയ്യുകയാണ്, ആ ഒരു ഹെമറേജ് വരികയാണ്, ബ്ലഡ് വെസൽ ലീക്ക് ആയിട്ട് ഹെമറേജ് വരികയാണ്, കോസിംഗ് പ്ലാസെന്റൽ സെപ്പറേഷൻ പ്ലാസെന്റ സെപ്പറേറ്റ് ആയി വരുന്നു. ഇറ്റ് ഇസ് എ സിൻഡ്രോം ദാറ്റ് ക്യാൻ ഓൺലി ബി ഡയഗ്നോസ്ഡ് ബൈ ഡയറക്റ്റ് വിഷ്വലൈസേഷൻ ഓർ ബയോപ്സി. അത് ഡയറക്റ്റ് കണ്ടാൽ മാത്രമേ ഈ ഒരു യൂട്രസ്, കൗലിയാർ യൂട്രസ് എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബയോപ്സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രൈമി ഗ്രാവിഡ ഈസ് അഡ്മിറ്റഡ് ഇൻ ദ ലേബർ റൂം. ഷീ ഈസ് ഇൻ ദ ആക്റ്റീവ് സ്റ്റേജ് ഓഫ് ലേബർ. ഷീ ഈസ് ഗെറ്റിംഗ് inhalational analgesia for pain control. Which is the commonly used inhalational analgesia? Options: halothane, nitric oxide, Endonox, bupivacaine. Correct answer Endonox ആണ്. Commonly used inhalational analgesia, painkiller ആണ് Endonox. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, വളരെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്തോളൂ നിങ്ങളൊരു ബുക്സൊക്കെ എടുത്തിട്ട്. ഹാലത്തേൻ, ബ്രാൻഡ് നെയിം ഫ്ലൂവത്തേൻ, ഈസ് എ ജനറൽ അനസ്തെറ്റിക്. Its benefits is that does not increase the production of saliva. അപ്പൊ സലൈവയുടെ പ്രൊഡക്ഷൻ കൂട്ടാതിരിക്കുന്ന ഒരു ജനറൽ അനസ്തെറ്റിക് ആണ് ഹലോത്തേൻ. ചിലപ്പോൾ ചോദിക്കാം, ഫ്ലൂവത്തേൻ ആണ് മറ്റൊരു പേര്, ഹലോത്തേൻ അല്ലെങ്കിൽ ഫ്ലൂവത്തേൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അനസ്തെറ്റിക് ഡ്രഗ് നമ്മുടെ സലൈവയുടെ പ്രൊഡക്ഷൻ കുറയ്ക്കും. അപ്പൊ ET ട്യൂബ് ഒക്കെ ഇൻസർട്ട് ചെയ്യുമ്പോൾ സാധാരണ ഈ ഒരു ഡ്രഗ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഒബ്സ്ട്രക്ഷൻ കുറയ്ക്കാം. ഇൻസർട്ട് ചെയ്യുന്ന ET ട്യൂബ് ഇൻസർട്ട് ചെയ്യുമ്പോൾ ധാരാളം സലൈവ ഉണ്ടാകും. അപ്പൊ ആ സലൈവയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു മെഡിക്കേഷൻ ഉപയോഗിക്കാം. നൈട്രസ് ഓക്സൈഡ് ഈസ് എ വീക്ക് ജനറൽ അനസ്തെറ്റിക് ആൻഡ് ഈസ് ജനറലി നോട്ട് യൂസ്ഡ് അലോൺ. അപ്പൊ ജനറൽ അനസ്തെറ്റിക് ഡ്രഗ് തന്നെയാണ് നൈട്രോക്സ് ഓക്സൈഡ്, പക്ഷെ ഇതൊരു വീക്ക് ആയിട്ടുള്ള ഡ്രഗ് ആണ്. അതുകൊണ്ട് തന്നെ അത് മാത്രമായിട്ട് യൂസ് ചെയ്യാറില്ല. അതിന്റെ കൂടെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ് കൂടെ ഉപയോഗിക്കും. ഹലോത്തേനോ എൻഡോനോക്സോ ഒക്കെ ഉപയോഗിക്കും. എൻഡോനോക്സ് ഈസ് ആൻ ഇൻഹേൽഡ് ഗ്യാസ് യൂസ്ഡ് ആസ് എ പെയിൻ മെഡിക്കേഷൻ ആൻഡ് ടുഗദർ വിത്ത് അതർ മെഡിക്കേഷൻസ്. അപ്പൊ എൻഡോനോക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഹേൽഡ് ഗ്യാസ് ആണ്, പെയിന് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്രൈമി പാർട്ടൂറിയന്റ് ഈസ് ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ. Head of the baby is delivered, but there is no progress in labor even after 2 minutes. As a midwife, which of the following measures you will adopt to overcome the situation? Option: perform Savinelli maneuver, administer IV oxytocin to increase strength of contraction, wait for 10 minutes for spontaneous delivery, perform Mark-Roberts maneuver. ഒരു പ്രൈമറി പാർട്ടൂറിയൻ എന്ന് പറയുമ്പോൾ ലേഡി ഗോയിങ് ടു ഡെലിവർ ഇമ്മീഡിയറ്റ്ലി, ദാറ്റ് ഈസ് പാർട്ടൂറിയന്റ്. ഒരു പ്രസവിക്കാൻ പോകുന്ന സ്ത്രീയാണ് നമ്മൾ പാർട്ടൂറിയന്റ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിലാണ്. ഹെഡ് ഓഫ് ദ ബേബി ഡെലിവർ ആയി കഴിഞ്ഞു, നോട്ട് പ്രോഗ്രസ് ഇൻ ദ ലേബർ ആഫ്റ്റർ 2 minutes. അപ്പൊ നമുക്ക് എന്ത് മെഷറാണ് അവിടെ ആ ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്? കറക്റ്റ് ആൻസർ പെർഫോം മക്രോബർട്സ് മാനുവർ. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മക്രോബർട്സ് മാനുവർ ഉപയോഗിക്കാം. എന്താണ് മക്രോബർട്സ് മാനുവർ? Macrobert's maneuver means hyperflex maternal hips, knees to chest position. ഈ ഒരു കാല്, മദറിന്റെ തന്നെ ചെസ്റ്റ് പൊസിഷനിലേക്ക് ഫ്ലെക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് മക്രോബർട്സ് മാനുവർ. ആൻഡ് ടെൽ ദ പേഷ്യന്റ് ടു സ്റ്റോപ്പ് പുഷിങ്. ആ ഒരു പുഷ് ചെയ്യുന്ന ആ ഒരു സ്വയമായിട്ട് പുഷ് ചെയ്യേണ്ട എന്ന് പറയും. ദിസ് വൈഡൻസ് ദ പെൽവിക് ഔട്ട്ലെറ്റ് ബൈ ഫ്ലാറ്റനിങ് ദ സാക്രൽ പൊമോണ്ടറി ആൻഡ് ഇൻക്രീസിംഗ് ദ ലംബോസാക്രൽ ആംഗിൾ. അപ്പൊ ഒരു ആംഗിൾ, ആ ഒരു വൈഡ് ചെയ്യും, പെൽവിക് ഔട്ട്ലെറ്റ് വൈഡൻ ആവും, സാക്രൽ പൊമോണ്ടറി വൈഡൻ ആയിട്ട് ഫ്ലാറ്റൻ ആയിട്ട് കുഞ്ഞിന് സുഖമായിട്ട് പുറത്തു വരാനുള്ള ഒരു കഴിവുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസ് ഓഫ് വെൻഡസ് ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ഓപ്ഷൻസ്: പെർസിസ്റ്റന്റ് ഓക്സിപിറ്റോ പോസ്റ്റീരിയർ, ഫെയിലർ ഓഫ് സെക്കൻഡറി പവേഴ്സ്, പ്രീടേം ഡെലിവറി, പ്രീ എക്ലാംസിയ. Correct answer, preterm delivery. Use of ventus in second stage of labor is contraindicated in preterm delivery. Venous extraction, also known as ventus, is a method to assist delivery of a baby using a vacuum device. ഒരു vacuum device ഉപയോഗിച്ചിട്ട് ഡെലിവറി അസിസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് വാക്വം എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ വെൻഡോസ് എന്ന് പറയുന്നത്.
It is used in the second stage of labor if it has not progressed adequately. ഇപ്പൊ ഡെലിവറി പ്രോഗ്രസ് ആകുന്നില്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് വെൻഡേഴ്സ്. ഇറ്റ് മേ ബി ആൻ ആൾട്ടർനേറ്റീവ് ടു എ ഫോർസെപ്സ് ഡെലിവറി ആൻഡ് സിസേറിയൻ സെക്ഷൻ. ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് ആണ് ഫോർസെപ്സ് ഡെലിവറിയോ അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻ ഒക്കെ നമുക്ക് ചെയ്യുന്നതിന് പകരമായിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് മറ്റൊരു മെത്തേഡാണ് വാക്വം എക്സ്ട്രാക്ഷൻ. ഇത് ഓരോ പോയിന്റും വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. Next question, a nurse is monitoring the fetal heart rate of a woman in 38 weeks of gestation using a CTG. For interpretation of FHR, she should know the baseline FHR, which is between option 100 to 200 beats per minute, 110 to 150 beats per minute, 120 to 180 beats per minute, 100 to 120 beats per minute. So correct answer 110 to 150 beats per minute. Fetal heart rate സാധാരണ 38 weeks of gestation ഒക്കെ 110 to 110 മുതൽ 160 വരെയാണ്. അപ്പൊ ആ ഒരു ഇടയിലുള്ള 120 160 ആ ഒരു റേഞ്ച് ഉള്ള. അപ്പൊ കറക്റ്റ് ആൻസർ 110 to 150 beats per minute ആണ്. അതിനിടയിൽ നമ്മൾ CTGയെ പറ്റി പറഞ്ഞായിരുന്നു. CT എന്ന് പറഞ്ഞാൽ കാർഡിയോട്ടോക്കോഗ്രാഫിയാണ്. ഇറ്റ് മെഷേഴ്സ് യുവർ ബേബീസ് ഹാർട്ട് റേറ്റ് അറ്റ് ദ സെയിം ടൈം it also monitors the contractions in the womb. ബേബിയുടെ ഹാർട്ട് റേറ്റ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കാർഡിയോട്ടോക്കോഗ്രാഫി. Next question, which was the following is not a component of the Bishop's score? Option, station of the head, consistency of the cervix, position of the head, cervical dilatation. Correct answer, position of the head. Position of the head എന്നുള്ളത് ഒരു ബിഷപ്പ് സ്കോറിന്റെ ഒരു കോമ്പണന്റ് അല്ല. ബിഷപ്പ് സ്കോർ ആൾസോ നോൺ ആസ് സെർവിക്സ് സ്കോർ. സെർവിക്സ് സ്കോർ എന്നും പറയും. is a pre-labor scoring system to assist in predicting whether induction of labor will be required. It has also been used to assess the likelihood of spontaneous preterm delivery. ബിഷപ്പ് സ്കോർ എന്ന് പറയുന്നത് എന്താണ്? സെർവിക്സ് സ്കോർ എന്ന് തന്നെ പറയുന്നതാണ്. Pre-labor scoring system to assist predict whether the labor will be induction of labor will be required. ഒരു ഇൻഡ്യൂസ് ചെയ്യണോ, ലേബർ ഇൻഡ്യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആയിട്ട് ഡെലിവറി നടക്കുമോ സംഭവിക്കുമോ എന്നുള്ള അറിയാൻ വേണ്ടിയുള്ള ഒരു മെത്തഡാണ് ബിഷപ്പ് സ്കോർ. ബിഷപ്പ് സ്കോറിന്റെ മറ്റൊരു പേരാണ് സെർവിക്സ് സ്കോർ. പൊസിഷൻ, കൺസിസ്റ്റൻസി, എഫേസ്മെന്റ്, ഡയലേഷൻ, ബേബി സ്റ്റേഷൻ. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് സെർവിക്സ് സ്കോറിലൂടെ അല്ലെങ്കിൽ ബിഷപ്പ് സ്കോറിലൂടെ നോക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പൊസിഷൻ, ഏതൊക്കെ പൊസിഷനാണെന്നുള്ളതൊന്ന് പോസ് ചെയ്ത് വായിക്കുക, ഒന്ന് പഠിച്ചു വെക്കുക. Which of the following is a complication of severe postpartum hemorrhage? Options, Cartagena syndrome, Asherman syndrome, choriocarcinoma, Sheehan's syndrome. Correct answer, Sheehan's syndrome. Woman in the fourth stage of labor developed PPH. കോംപ്ലിക്കേഷൻ ഓഫ് PPH എന്ന് ചോദിച്ചാൽ എക്സാമ്പിൾ ആണ് ഷീഹൻ സിൻഡ്രോം. ഒരു PPHന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ്. ഷീഹൻ സിൻഡ്രോം is a condition that affects women who lose a life-threatening amount of blood in childbirth or who have severe low blood pressure during or after childbirth, which can deprive the body of oxygen. ധാരാളം ബ്ലഡ് നഷ്ടപ്പെടുമ്പോൾ സിവിയർ ലോസ് ഓഫ് ബ്ലഡ് ത്രൂ ദ വജൈന വിൽ കോസ് ലോ ബ്ലഡ് പ്രഷർ, ലോ BP ഉണ്ടാകുന്നു. നമ്മുടെ ശരീരത്തിലുള്ള ടിഷ്യൂവിലൊക്കെ ഓക്സിജന്റെ അളവ് കുറയുന്നു. ആ ഒരു കണ്ടീഷനാണ് ഷീഹൻ സിൻഡ്രോം. ദിസ് ലാക്ക് ഓഫ് ഓക്സിജൻ ദാറ്റ് കോസസ് ഡാമേജ് ടു ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് നോൺ ആസ് ഷീഹൻ സിൻഡ്രോം. അപ്പൊ ആ ഡാമേജ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഡാമേജ് വരുന്നു, അതിനെയാണ് ഷീഹൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എക്സാമിന് ചോദിക്കാം, എപ്പോ വേണമെങ്കിലും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. വലിയൊരു വീഡിയോ ആക്കി പോകാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻസ് നിർത്തുന്നത്. ഇതിന്റെ ബാക്കി പോർഷൻസ് അടുത്ത വീഡിയോയിൽ ഉണ്ടാകുന്നതായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനും എയിംസ് എക്സാമിനും സെൻട്രൽ ലെവൽ ആയിട്ടുള്ള നഴ്സിംഗ് എക്സാമിനെല്ലാം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിലൊരു 40 ക്വസ്റ്റ്യൻ എങ്കിലും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യണം. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഹയർ റാങ്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾ
ഒന്നാം റാങ്കിന് വേണ്ടി നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹയർ റാങ്ക് കിട്ടുകയുള്ളൂ. So please share this video to your friends. Thank you for watching.